പുള്ളുപാടം കരകവിഞ്ഞൊഴുകി എന്ന് കേട്ടപ്പോൾ അതൊന്ന് കാണാനായിട്ട് അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഞാനും ഞങ്ങളുടെ കുട്ടിപ്പടയും കൂടിയിട്ട് പുള്ളുപാടം കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. വെള്ളത്തോട് കൂടിയിട്ടുള്ള ആ കരയിൽ കൂടെ നടക്കാൻ നല്ല രസമായിരുന്നു. വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ട്രാവലിങ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അതിലേറ്റവും നല്ലത് ഈ ബസ്സുകളൊക്കെ പോണത് കാണാനായിരുന്നു. അത് ആ ടയർ ആ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു ബോട്ട് വരുന്ന പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. പക്ഷെ ഞങ്ങളത് എൻജോയ് ചെയ്തു. ഈ ബസ് കണ്ടില്ലേ, ഭയങ്കര സ്പീഡിലാണ് വരുന്നത്. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞാൽ അതെങ്ങാനും സ്റ്റോപ്പായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാവുമല്ലോ. ഈ ചേച്ചി നല്ല ചിരിച്ചിട്ടാണ് വരുന്നുണ്ടായിരുന്നത്. ഇത് ഇലക്ട്രിക് സ്കൂട്ടറാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നണേ നമ്മളുടെ മറ്റേ പെട്രോൾ സ്കൂട്ടറിനേക്കാളും ഏറ്റവും നല്ലത് ഇതുപോലെ വെള്ളത്തിൽ കൂടെ പോകാൻ ഇലക്ട്രിക് സ്കൂട്ടറാണ് കേട്ടോ. ഒരു പ്രശ്നമില്ലാണ്ടാണ് പോയത് ചേച്ചി. അതുപോലെ തന്നെ വണ്ടികളും കാറുകളും സ്കൂട്ടറുകളും ഒക്കെ അതുകൂടെ പോകുന്നുണ്ട്. തിരമാല അടിക്കുന്ന പോലെയാണ് വെള്ളം ഇങ്ങനെ പോണത്. പിന്നെ ഒരു കാര്യം, ഇതുപോലെ കാറുകളുടെ ഇപ്പോൾ ഈ ഫ്രണ്ടിൽ അതിൻ്റെ നമ്പർ പ്ലേറ്റ് ഇല്ലേ കാറിൻ്റെ, അപ്പോൾ നമ്പർ പ്ലേറ്റൊക്കെ ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ അത് മിസ്സാവണുണ്ട്. അങ്ങനെ ഞങ്ങൾക്കൊരു 3 നമ്പർ പ്ലേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടുന്ന്. അപ്പോൾ ഞങ്ങളിതേ ഈ നമ്പർ പ്ലേറ്റ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ആരെങ്കിലും ആ വഴിക്കൂടെ പോകുന്നവർക്ക് ഇത് മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. 3 കിട്ടിയത് അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ശിവരാമേട്ടൻ്റെ ചായക്കടയിൽ പോയതാണ്. അപ്പോഴും ശിവരാമേട്ടൻ്റെ ചായക്കട വെള്ളത്തിൽ മുങ്ങി ഗൈസ്. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള കോർണർ കഫേയിൽ പോയിട്ട് ചായ കുടിക്കാൻ പോയി. ഞങ്ങൾ ചായയും പിന്നെ പഴംപൊരിയും ഒക്കെ കൂട്ടി അങ്ങനെ ഈവനിങ് ഒരു ചായ കുടി. അതിൻ്റെ ഇടയിൽ എനിക്കൊരു മോഹം, കടയിലിരുന്ന് ചായ കുടിക്കുന്നതിനേക്കാളും നല്ലത് ഈ പാടത്തൊക്കെ നോക്കി ഒരു എന്താ പറയുക, പ്രകൃതിയിലോട്ട് ഇറങ്ങി ഒന്ന് ചായ കുടിക്കണം എന്നൊരു ചെറിയൊരു മോഹം. അങ്ങനെ ഞാൻ പാടമൊക്കെ നോക്കി അടിപൊളിയായിട്ട് ഇങ്ങനെ ചായ കുടിക്കുകയാണ്. അപ്പോൾ അന്നത്തെ ഈവനിങ് ഞങ്ങളിങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്തത്.